അപ്പോൾ അമ്മ ചെന്ന മസാല ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന മസാലയ്ക്കുള്ള ബട്ടൂരി ഉണ്ടാക്കാൻ പോകണം. അപ്പം മാവ് കുഴയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം പാത്രത്തിൽ. കുറച്ച് മതി. കുറച്ച് പാല്, കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഓയിലും കൂടി ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കണം, ഒരു ക്രിസ്പനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആയില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അതായത് മൈദമാവ് ഇട്ട് കൊടുക്കാം. മൈദമാവ് ഇട്ട് കൊടുക്കണം. മാവൊക്കെ കുഴച്ച് സെറ്റാവുണ്ട്. ഇനി നമുക്കിത് സ്റ്റാബിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നല്ലപോലെ നേരെ ഒന്നുകൂടി ഒന്ന് കുഴച്ച് സെറ്റാക്കണം. മാവൊക്കെ കുഴച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മേലെ ഓയിൽ തടവിയിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം. മേലെയും താഴെയിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു പാത്രത്തോട്ട് കമഴ്ത്തി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. കൈ വേണമെങ്കിൽ കുറച്ച് അല്പം എണ്ണ തേച്ചിട്ട് ഇങ്ങനെ ബോൾ എടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. ഞാൻ ചന്തത്തിൽ നല്ല ഷേപ്പായിട്ട് കിട്ടും. തള്ളവരിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ബോൾ കിട്ടും. അപ്പോൾ നമുക്ക് ബട്ടൂര ഇടാൻ പോവാണ്. ഞങ്ങൾ എണ്ണയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് റെഡിയാക്കിയിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോളൊക്കെ റെഡിയായി സെറ്റായി. അപ്പോൾ നമുക്കിനി ചൂടാം. കുറച്ച് എണ്ണ ചുട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരേപോലെ കനത്തിൽ പരത്തുക. നമുക്ക് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബട്ടൂരിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇതാ നല്ല ചന്തത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചെന്ന മസാലയും റെഡി.